الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا ما سفع نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തഖ്വയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സ്നേഹത്തോടുകൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഈ പള്ളിയിൽ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുമിച്ച് ചേർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പെരുന്നാളിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഏറെ സന്തോഷത്തോടുകൂടെയാണ്, ആഹ്ലാദത്തോടുകൂടെയാണ് പെരുന്നാളിൻ്റെ ഈ ദിവസം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഈ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനത്തിൽ ആഘോഷിക്കാൻ കഴിയാതെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ടു പോകുന്ന ഒട്ടനവധി മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫലസ്തീനിൻ്റെ മണ്ണിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസം വീട്ടിൽ കിടന്നുറങ്ങിയവൻ ഒരുപക്ഷെ നാളെ അവന് വീടില്ലാത്ത, അവന് ജീവൻ പോലുമില്ലാത്ത അവസ്ഥകളാണ് ഫലസ്തീനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ മറന്നുകൊണ്ട് ഒരിക്കലും ഈ പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസം നമുക്ക് സന്തോഷിക്കാൻ സാധ്യമല്ല. അവരെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാതെ, അവരെ ഓർക്കാതെ നമുക്ക് ഈ പെരുന്നാളിൻ്റെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക
സാധ്യമല്ല. മനുഷ്യന്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന കാഴ്ചകളാണ് ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം പരിശുദ്ധമായ മക്കയിൽ അറഫയിൽ മസ്ജിദു നമിറയിൽ കഴിഞ്ഞ ദിവസം നടന്ന അറഫ പ്രഭാഷണം ഒരുപക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ മൈതാനിയിൽ വെച്ച് അവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളായ ആളുകളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാചകം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ബൈനക്കും ഹറാമുൻ. നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലോകത്തിലെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹറാണ്, അഥവാ ഇന്നത്തെ ദിവസമാണ്. ഈ ദിവസത്തിനേക്കാൾ പവിത്രത മനുഷ്യന്റെ അഭിമാനത്തിനുണ്ട്, മനുഷ്യന്റെ രക്തത്തിനുണ്ട്, മനുഷ്യന്റെ സമ്പത്തിനുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക തിരുമേനി നടത്തിയ പ്രഖ്യാപനം പോലെ ഒരു പ്രഖ്യാപനം അതിൻ്റെ മുൻപോ അതിൻ്റെ ശേഷമോ നടത്താൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായി അത് പറയാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശമാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഒരാളുടെ അഭിമാനം വ്രണപ്പെടുത്താൻ പാടില്ല എന്നാണ്, ഒരാളുടെ സമ്പത്ത് അന്യായമായി അപഹരിക്കാൻ പാടില്ല എന്നാണ്, ഒരാളെ അന്യായമായി വധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. പിന്നെ എങ്ങനെയാണ് പലസ്തീനിൻ്റെ മണ്ണിൽ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യരെ അന്യായമായി കൊന്നുകൊണ്ടിരിക്കുന്ന, മനുഷ്യരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മുസ്ലിമിനൊരു നിലപാടുണ്ട്. മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, അവൻ്റെ യാത്ര എങ്ങനെയായിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ നാവിനെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും വിളിച്ചു പറയുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട, നമുക്ക് സ്വാരസ്യമുണ്ടാക്കിയ, നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയ ഒട്ടനവധി വാർത്തകളുണ്ട്, ഒട്ടനവധി സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, മനുഷ്യനെ പരസ്പരം പിണക്കുന്ന, മനുഷ്യരുടെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നത് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് മനുഷ്യർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വിശ്വാസി ഒരിക്കലും അവൻ്റെ നാവാകട്ടെ, അവൻ്റെ കൈകളാകട്ടെ, അവൻ്റെ ചിന്തയാകട്ടെ അത് വക്രമായ ദിശയിൽ സഞ്ചരിക്കാൻ പാടില്ല. നേരായ കാര്യങ്ങൾ സംസാരിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യനായി കൊണ്ട് വേണം ഒരു വിശ്വാസി ഈ ലോകത്ത് ജീവിക്കേണ്ടത്. വ്യാജ വാർത്തകൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ പോലും വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ട നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. നിങ്ങളുടെ അടുക്കലേക്ക് വ്യാജ വാർത്തയുമായി ഒരു അധർമ്മകാരി കടന്നു വന്നാൽ ആ വാർത്തയെ നിങ്ങൾ അപ്പാടും സ്വീകരിക്കുകയല്ല, അത് മറ്റുള്ളവരിലേക്ക് കൈമാറുകയല്ല. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ, അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികളായ ആളുകൾ തയ്യാറാകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചൊല്ലുന്ന തക്ബീറിന്റെ അർത്ഥം. നമ്മൾ ഇന്ന് ചൊല്ലിയ തക്ബീറിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ തുല്യതയില്ലാത്ത ത്യാഗങ്ങളും സമർപ്പണങ്ങളും കണ്ട മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം. പലരെയും ത്യാഗത്തിന് പ്രേരിപ്പിച്ച മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ എന്ന വാചകം. എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് വലിയവൻ, അതിനേക്കാൾ മുകളിൽ എനിക്ക് യാതൊന്നുമില്ല. ആ വാചകം നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. ആ വാചകം നമ്മൾ ഓർക്കുമ്പോൾ ഒരു കുടുംബത്തെ നമ്മൾ ഓർക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃക നമുക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കാത്തവൻ അവൻ വിഡ്ഢിയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കൈവടിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പല മേഖലകളിലും മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെയാണ് ഇബ്രാഹിം നബി നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ സലഫുകളായ ആളുകളും സ്വഹാബികളായ ആളുകളും അവരുടെ എല്ലാം ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബിയുടെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം വിശ്വാസരംഗത്ത് കോംപ്രമൈസ് ചെയ്യാത്തയാളായിരുന്നു ഇബ്രാഹിം നബി എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും വലിയ പാഠം വിശ്വാസരംഗത്ത് കോംപ്രമൈസ് ചെയ്യാൻ ഇബ്രാഹിം നബി തയ്യാറായിട്ടില്ല എന്നാണ്. സംസാരിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, പല മേഖലകളിലും കോംപ്രമൈസുകൾക്ക് തയ്യാറാകാറുണ്ട്. എവിടെയാണ് ആ കോംപ്രമൈസ്? ദീനിന്റെ വിഷയത്തിലാണ്. പക്ഷേ ദുനിയാവിന്റെ വിഷയത്തിൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. നമ്മളൊന്ന് മിണ്ടിയാൽ, നമ്മളൊന്ന് ഫോൺ ചെയ്താൽ, നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മനുഷ്യരായ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി എങ്ങനെയായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബത്തെ ചേർത്ത് പിടിച്ചയാളാണ്, മനുഷ്യരോട് നല്ല നിലയിൽ പെരുമാറിയ ആളാണ്. അവിടെയെല്ലാം അദ്ദേഹം കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. എന്നാൽ ആദർശ രംഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. നോക്കൂ നിങ്ങൾ, ആ വാചകങ്ങൾ എത്ര സുന്ദരമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? തന്റെ പിതാവായ ആസറിനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയുകയാണ് അല്ലാഹു. അദ്ദേഹം പറഞ്ഞു, ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു കോംപ്രമൈസിന് അദ്ദേഹം തയ്യാറല്ല. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വിഗ്രഹാരാധന അത് ശരിയായ വഴിയല്ല എന്ന് സ്വന്തം പിതാവിനോടും നാട്ടുകാരോടും ഉച്ചേസ്വരം പ്രഖ്യാപിക്കാൻ മഹാനായ ഇബ്രാഹിം നബിക്ക് സാധിച്ചു. എന്തുകൊണ്ട്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് അദ്ദേഹത്തിന് വലിയവൻ, അള്ളാഹുവിന്റെ മുകളിൽ മറ്റൊന്നുമില്ല എന്ന അചഞ്ചലമായ ബോധം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു. ആ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റിയ പ്രവാചകന്മാരുടെ, സ്വഹാബികളുടെ, താബികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ആദർശ രംഗത്ത് വിട്ടുവീഴ്ച കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞ വാചകം എന്താ? മോനെ, നീ ഇസ്ലാം വിട്ടുവന്നിട്ടില്ല എങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്നാണ് മകൻ ഉമ്മയോട് പറഞ്ഞത്. ഉമ്മ, ഞാൻ സ്വീകരിച്ച വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്തിരിയുകയില്ല. അതായിരുന്നു വിശ്വാസരംഗത്ത് അവരുടെ നിലപാട്. നമ്മൾ പരിശോധിക്കണം, വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത് നമ്മുടെ നിലപാട് എന്താണ്? ആദർശരംഗത്തെ പഠിക്കാനും അവയിലെ അബദ്ധങ്ങൾ ഉണ്ട് എങ്കിൽ തിരുത്താനും ശരിയായ വഴി കണ്ടെത്താനും വിശ്വാസികളായ നമുക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതം പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കാനുള്ള രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് തവക്കുലാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്ന ഉന്നതമായ ഗുണമാണ് ഇബ്രാഹിം നബി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ ആളുകൾ എങ്ങോട്ടാണ് ഓടുന്നത്? നമുക്കൊരു രോഗമുണ്ടായാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗമുണ്ടായാൽ, നമുക്ക് മക്കളില്ല എങ്കിൽ, നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആളുകൾ ഇന്ന് അള്ളാഹുവിനെ വിട്ട് അവന്റെ സൃഷ്ടികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക്, അങ്ങനെയുള്ള ശിർക്കിന്റെ കൂടാരങ്ങളിലേക്ക് ആളുകൾ ഓടിപ്പോവുകയും അവിടെ പോയി സുജൂദ് ചെയ്യുന്ന, അവിടെ മെഴുകുതിരി കത്തിക്കുന്ന, അവിടെ ചന്ദനത്തിരി കത്തിക്കുന്ന, അവിടെ പച്ചപ്പട്ട് വിരിക്കുന്ന മനുഷ്യരെയാണ് മുസ്ലിം സമൂഹത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ ഉമ്മത്തിന്റെ തവക്കുൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ എന്ന വാചകം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖാലഹ ഇബ്രാഹിമു ഹീന ഉൽഖി ഫിന്നാർ. ഇബ്രാഹിമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണത്. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അവനാകുന്നു ബലമേൽപ്പിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ബലമേൽപ്പിക്കാൻ ഉന്നതനായിട്ടുള്ളവൻ.
സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന ആളുകളായി വിശ്വാസികൾ മാറണമെന്ന ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠം പഠിക്കാൻ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നാം വരമേൽപ്പിക്കേണ്ടത് ആരെയാണ്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, മരണമില്ലാത്തവനായ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവനാകണം വിശ്വാസി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വരമേൽപ്പിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഓർക്കുന്ന, അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠമായ തവക്കുലിനെ ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിലെ 3-ാമത്തെ പാഠം എന്ന് പറയുന്നത് ദീനിന്റെ കാര്യത്തിൽ ക്ഷമിക്കണമെന്നുള്ള പാഠമാണ്. ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള പാഠമാണ് ഇബ്രാഹിം നബി നമ്മുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ദീനിൽ ഉറച്ചു നിൽക്കണം. നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, നാം ചിന്തിക്കാത്ത വഴികളിലൂടെ ഒരുപക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്കോ ഈ ലോകത്തുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അദ്ദേഹത്തിന്റെ ആ ആളുകൾ, നാട്ടുകാരായ ആളുകൾ, പിതാവടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാചകം എന്താണ്? ഖാലു ഹർരിഖൂഹു. അദ്ദേഹത്തെ നിങ്ങൾ ചുട്ടുകളയണമെന്നാണ്. ഇബ്രാഹിം നബിക്ക് വേണ്ടി അഗ്നികുണ്ഡം ഒരുക്കപ്പെട്ടു. ആ അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയപ്പെട്ടു. നോക്കൂ നിങ്ങൾ, അഗ്നിയുടെ സ്വഭാവം എന്താണ്? അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കരിച്ച് ചാമ്പലാക്കുക എന്നുള്ളതാണ്. കരിച്ച് ചാമ്പലാക്കുക എന്നുള്ളതാണ് അഗ്നിയുടെ സ്വഭാവം. ആ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. ദീനിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി അഗ്നിയുടെ സ്വഭാവത്തെ അഗ്നിയുടെ സട്ടാവായ പടച്ചതമ്പുരാൻ മാറ്റിച്ചു. അല്ലാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമ. ഇബ്രാഹിമിന് തണുപ്പേകാൻ, സമാധാനമേകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അഗ്നിയോട് കൽപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദീനിൽ ഉറച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെ ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. മൂസാ നബി ഫിറഔനിന്റെയും കൂട്ടരുടെയും മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരുമാണ്. വധിക്കാനാണ് വരുന്നത്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇന്നാല മുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞ സന്ദർഭം അവിടെയാണ്. അള്ളാന്റെ ദീനിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടൽ പിളർത്തി അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ നമുക്കുള്ള പാഠം എന്താണ്? ക്ഷമിക്കാൻ തയ്യാറാകണം. ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന പാഠം ഇബ്രാഹിം നബിയുടെ, അതേപോലെ തന്നെ അമ്പിയാക്കളുടെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള 4-ാമത്തെ പാഠം, അള്ളാഹുവിന് വേണ്ടി വല്ലതും നമ്മൾ ഉപേക്ഷിച്ചാൽ സഹോദരങ്ങളെ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നമുക്ക് പകരം നൽകുമെന്നാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ തറക ശൈഅൻ ലില്ലാഹി ഇല്ലാ അബ്ദലഹു ബിഹി മാ ഹുവ ഖൈറുൻ മിൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിയാൽ, അള്ളാന്റെ ദീനിനു വേണ്ടി നമ്മൾ വല്ലതും ഒഴിവാക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരമായി നൽകുമെന്നാണ്. എവിടെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്കതിന് തെളിവ് കാണാൻ സാധിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു മക്കളെ കൊടുത്ത വാർത്ത പറയുന്ന സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, അങ്ങനെ അവരെയും അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയെയും വെടിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ നാട് വിടുകയാണ്. എന്തിനാ പോകുന്നത്? ജനിച്ച നാട്ടിൽ താമസിക്കാൻ സാധ്യമല്ല, നാട്ടുകാരെതിരാണ്, അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആ നാടും നാട്ടുകാരെയും കുടുംബക്കാരെയും ഒഴിവാക്കി അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് മക്കളില്ല, പ്രതിസന്ധിയിലാണ് അദ്ദേഹം. അള്ളാഹു അതിന് പകരമായി അദ്ദേഹത്തിന് മക്കളെ കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി വല്ലതും നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമെന്ന പാഠം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്, എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടൂ. എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടൂ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബിയുടെ ബാപ്പയോട് ഇബ്രാഹിം നബി ഒരു വാചകം പറഞ്ഞു.
എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ വാചകം? യാ അബതി ലാ തഅബുദി ശൈത്വാൻ ഇന്ന ശൈത്വാന കാന ലിറഹ്മാനി അസിയ. ബാപ്പാനോട് പറയാ, പൊന്നു ബാപ്പ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യകനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. ആ ബാപ്പ കേട്ടോ? ആ ബാപ്പയെ അനുസരിച്ചോ? ബാപ്പയെ അനുസരിച്ചില്ല. ഇബ്രാഹിം നബിയോട് ആദർശ രംഗത്തുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ മകനും അനുസരിച്ചില്ല. എന്നാൽ ഇബ്രാഹിം നബി സ്വന്തം മകനോട് ഒരു വാചകം പറയുന്നു. എന്തായിരുന്നു വാചകം? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നിന്നെ അറുക്കണമെന്ന്. എന്താണ് നിന്റെ കാഴ്ചപ്പാട്? എന്താണ് നിനക്ക് പറയാനുള്ളത്? നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനോടത് പറയുമ്പോൾ ആ മകന്റെ വാചകം എന്താണ്? യാ അബതി ഫഅൽ മാ തുമർ. പിതാവേ, എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ അനുസരിച്ചപ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചപ്പോൾ, അതനുസരിച്ച് ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച മകൻ ആരായിരുന്നു? അദ്ദേഹത്തെ അനുസരിക്കുന്നയാളായി മാറി. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കണമെങ്കിൽ, നമ്മുടെ ഭാര്യ നമ്മൾ പറഞ്ഞത് കേൾക്കണമെങ്കിൽ, നമ്മുടെ മകൾ നമ്മൾ പറഞ്ഞത് കേൾക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ ജീവിക്കാൻ സന്നദ്ധരാകണം. നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ കൊടുത്തതേ തിരിച്ചു കിട്ടൂ എന്ന അടിസ്ഥാനപരമായ പാഠം നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടിലുള്ളവർ അവർ നമ്മളെ അനുസരിക്കുന്ന അവസ്ഥയുണ്ടാകണമെങ്കിൽ നമ്മൾ അവരോട് മാന്യമായി പെരുമാറുന്നവരാകണം. നമ്മളവരെ സ്വീകരിക്കുന്ന ആളുകളാകണം. അവരെ കേൾക്കാൻ, അവരോട് പറയാൻ അതിനുള്ള അധികാരമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആറാമത്തെ കാര്യം, നമ്മളും നമ്മുടെ കുടുംബവും മുസ്ലിമായി മരിക്കണമെന്ന പാഠം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബവും മുസ്ലിമായി മരിക്കണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇബ്രാഹിം നബി ഒരിക്കലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ മറന്നിട്ടില്ല. വർത്തമാന കാലഘട്ടത്തിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ മറന്നു പോകുന്നത് കുടുംബങ്ങളെയാണ്, കുടുംബത്തെയാണ്. മക്കളെ മറക്കുന്ന രക്ഷിതാക്കളുണ്ട്, ഭാര്യമാരോടുള്ള കടമകൾ നിർവഹിക്കാത്ത രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി എത്രമാത്രം തിരക്ക് പിടിച്ച ജീവിതമാണ് അദ്ദേഹത്തിന്. ആ തിരക്കുകൾക്കിടയിലും ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ കുടുംബത്തെ മറന്നുപോയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു. നോക്കൂ നിങ്ങൾ, കുടുംബത്തിന് റിസ്ക് നൽകാൻ വേണ്ടി അദ്ദേഹം ദുആ നടത്തുകയാണ്. അതേപോലെ തന്നെ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം എന്ന് പറഞ്ഞ് ആ മണൽക്കാട്ടിൽ ഭാര്യയെയും മക്കളെയും തനിച്ചാക്കി പോകുമ്പോൾ ആൾപ്പാർപ്പില്ലാത്ത, ജനങ്ങളില്ലാത്ത ആ പ്രദേശത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ എന്ന ദുആ അദ്ദേഹം നടത്തുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടി കൂടെയാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളുടെ നന്മക്ക് വേണ്ടി അവർ ശിർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, കുടുംബം ബഹുദൈവാരാധനയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്തത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും തന്റെ കുടുംബത്തെ പരിഗണിച്ചപ്പോൾ അതിന്റെ സമ്മാനമായി അദ്ദേഹത്തിന് ലഭിച്ചതെന്താ? തന്റെ ഭാര്യയെ മണൽക്കാട്ടിൽ കൊണ്ടുപോയാക്കി അദ്ദേഹം തിരിച്ചു പോരുകയാണ്. ആകാശമേൽക്കൂരയാണ്, മരത്തിന്റെ തണലുകളില്ല, ആളുകളില്ല. അവിടെ കൊണ്ടുപോയാക്കി തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ഭാര്യയുടെ ചോദ്യമുണ്ട്, ആ അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അള്ളാഹുവാണോ ഇത് നിങ്ങളോട് കൽപ്പിച്ചത്? ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകാൻ അള്ളാഹുവാണോ കൽപ്പിച്ചത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നഅം, അതെ അള്ളാഹുവാണ്. ഭാര്യയുടെ മറുപടി എന്താ? ഖാലത് ഇദല്ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭാര്യയെ അദ്ദേഹത്തിന് കിട്ടിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാര്യയായി ആ ഭാര്യക്ക് മാറാൻ സാധിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും തന്റെ ഭാര്യക്ക് പകർന്നു കൊടുത്തൊരു ദീനുണ്ട്, തന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദീനുണ്ട്. മതപരമായ ചിന്തകൾ, മതപരമായ ആശയങ്ങൾ ഭാര്യക്ക് കൈമാറുന്ന, നല്ല ഇണയാക്കി വളർത്താൻ അദ്ദേഹത്തിന് സമയം ലഭിച്ചു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പൊന്നു പിതാവേ, നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യൂ എന്ന് മകൻ പറയുന്നതിന്റെ കാരണം എന്താണ്? മകന് ബാപ്പ പകർന്നു കൊടുത്തത് ദീനാണ്. ആ ബാപ്പ മകന് കൈമാറിയത് ദീനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടത് ദീനാണ്. പ്രിയപ്പെട്ട പുരുഷന്മാരെ, നമ്മുടെ ഇണകൾക്ക് നമ്മൾ കൈമാറേണ്ടത് അവരുടെ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ദീന് കൈമാറണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദിബൂഹും വഅല്ലിമൂഹും എന്നാണ്. അവരെ സംസ്കാരം പഠിപ്പിക്കണം. ഭാര്യനെയും മക്കളെയൊക്കെ സംസ്കാരമുള്ളവരാക്കണം. അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, അറിവ് പകർന്നു കൊടുക്കണമെന്നാണ് അദ്ദേഹം വിശദീകരണമായി നൽകിയത്. ഏഴാമത്തെ പാഠം,
ദീനിൽ വല്ലതും ബാക്കിയാക്കിയാൽ പരലോകത്ത് അതിൻ്റെ ഇരട്ടി നമുക്ക് ലഭിക്കുമെന്നാണ്. അടിവരയിട്ട് പഠിച്ചോളൂ സഹോദരങ്ങളെ. ഇബ്രാഹിം നബിയെ ഓർക്കുന്ന ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്, നമ്മൾ ദീനിൽ വല്ലതും ബാക്കിയാക്കിയാൽ പരലോകത്ത് 10 മടങ്ങ് അല്ലാഹു നമുക്ക് നൽകും. ആരാ കഅബയുണ്ടാക്കിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, ദുനിയാവിലെ കഅബ അത് പരിശുദ്ധമായ മക്കയിലാണ്. എന്നാൽ ഉപരിലോകത്ത് ആകാശലോകത്ത് ഒരു കഅബയുണ്ട്. ബൈത്തുൽ മഅമൂർ എന്നാണ് അതിന്റെ പേര്. ബൈത്തുൽ മഅമൂർ മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന, മലക്കുകൾ തവാഫ് ചെയ്യുന്ന, മലക്കുകൾ നമസ്കരിക്കുന്ന അവരുടെ ആരാധനാ കേന്ദ്രമാണ് ബൈത്തുൽ മഅമൂർ. അത് ഉപരിലോകത്തുള്ള കഅബയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ആകാശാരോഹണം നടത്തിയ യാത്രയിൽ സുന്ദരമായ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളുടെ കൂട്ടത്തിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിനെ ചാരിയിരിക്കുന്ന കാഴ്ചയെ അദ്ദേഹം കണ്ടു. ബൈത്തുൽ മഅമൂർ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി, ദുനിയാവിൽ കഅബയുണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കഅബയിൽ ചാരിയിരിക്കാനുള്ള ഉന്നതമായ അവസരം നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ ബാക്കിയാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ ദുനിയാവിൽ അടയാളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. 8ാമത്തെ കാര്യം, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഉമ്മമാര് മറന്നു പോകാൻ പാടില്ല, ഉപ്പമാര് മറന്നു പോകാൻ പാടില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സത്വൃത്തരിൽപ്പെട്ട സന്താനങ്ങളെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാലം എത്രയായി? ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. എൻ്റെ മകൻ നന്നാവണം, മകൾ നന്നാവണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവരെ ഉപദേശിക്കാനും അതേപോലെ തന്നെ വഴക്ക് പറയാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായി അവരുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രക്ഷിതാക്കളായി നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അതാണ് 8ാമത്തെ പാഠം. 9ാമത്തെ പാഠം, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന വിഷയത്തിൽ വ്യത്യസ്ത രീതിയിലാണ്. ഒരു കാര്യത്തെ ജനങ്ങൾ സമീപിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ എങ്ങനെയാകണമെന്ന് ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയുടെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. അവർ ചോദിച്ചു പടച്ചോനോട്, എങ്ങനെയുള്ള പശുവാ, അതിനെന്ത് കളറാ വേണ്ടത്, അത് ഏത് രീതിയിലുള്ളതാ വേണ്ടത്? അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന കേൾക്കാതെ ഒരുപാട് ചോദ്യങ്ങൾ, കുറുക്കു വഴികൾ തേടിയ ഒരു പ്രവാചകൻ അനുയായികളെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമോ? ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഭാര്യയെ മക്കയിൽ കൊണ്ടുപോയാക്കണം, അദ്ദേഹം തയ്യാറായി. മകന്റെ കഴുത്തിൽ കത്തിവെക്കണം, അദ്ദേഹം തയ്യാറായി. അങ്ങനെയാണ് അനുസരിക്കേണ്ടത്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണമെന്ന പാഠം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തു പറഞ്ഞാലും കൽപ്പിക്കുന്നയാളായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ 10ാമത്തെ പാഠം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വല്ലതും ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം വല്ലതും നമ്മൾ ചെയ്താൽ ഈ ലോകത്ത് വെച്ച് തന്നെ അതിന് റിസൾട്ട് കിട്ടുമെന്ന് ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ കൽപ്പന? ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കാൻ പറഞ്ഞു. ഒരു കുന്നിന്റെ പാറയുടെ മുകളിൽ കയറി ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ജനങ്ങളെ ഹജ്ജിന് വരണമെന്ന് വിളിക്കാൻ. ഇബ്രാഹിം നബിന്റെ ചോദ്യം, യാ റബ്ബ്, അല്ലാഹുവേ, പടച്ചോനെ, ഞാൻ എങ്ങനെയാ വിളിക്കുക? ഞാൻ വിളിച്ചാൽ അവർ കേൾക്കുമോ? എന്റെ ശബ്ദം അവർ കേൾക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവരെന്റെ വിളി കേട്ടുകൊണ്ട് വരുന്നത്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, നീ വിളിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അവർ സ്വീകരിക്കുക, അവർക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്താണ്? അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ വിളിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചില്ലേ, ആരാണ് റബ്ബേ ആ വിളി കേൾക്കുക എന്ന്? സഹോദരങ്ങളെ, ഈ പ്രാവശ്യം പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂടിയത് ലക്ഷങ്ങളാണ്. ആരുടെ വിളിക്കാണ് ആ ഉത്തരം കൊടുത്തത്? ഇബ്രാഹിം നബിയുടെ വിളിക്ക് ആളുകൾ ഉത്തരം കൊടുക്കുന്നു.
ഈ പള്ളിയിലിരിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലൊരു വികാരമുണ്ട്, റബ്ബേ ഒരു തവണയെങ്കിലും കാബയൊന്ന് കാണാൻ, അറഫയിലൊന്ന് നിൽക്കാൻ, മുസ്ദലിഫയിലൊന്ന് രാപ്പാർക്കാൻ, ജംറകളിലൊന്ന് കല്ലെറിയാൻ, അതേപോലെ തന്നെ മിനയിൽ രാപ്പാർക്കാൻ റബ്ബേ നീ അവസരമേകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എൻ്റെ ഈ ഖുത്ബ കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരികളും. എവിടുന്നാ അത് കിട്ടിയത്? എവിടുന്നാ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്? ഇബ്രാഹിം നബിയുടെ വിളിയാണ്. ഇബ്രാഹിം നബി പറഞ്ഞ കാര്യമാണ്. ജനങ്ങളെ ഹജ്ജിന് വിളിക്കാൻ അല്ലാഹ് കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം വിചാരിച്ചത് അതിന് റിസൾട്ട് ഉണ്ടാകൂല എന്ന്, റബ്ബ് തിരുത്തി കൊടുത്തു. വിളി അദ്ദേഹം നടത്തി, അതിന്റെ റിസൾട്ട് കണ്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തുകയാണ്. സഫാ കുന്നിന്റെ മുകളിലേക്ക് പുന്നാരൻ നബി ഓടിക്കയറി. അവരോട് പറഞ്ഞില്ലേ, ഇതാ ഈ മലയുടെ മറുവശത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യമുണ്ട്, നിങ്ങൾ വിശ്വസിക്കോ? അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ വിശ്വസിക്കും. അതിനേക്കാൾ വലുത് നിങ്ങൾ തൗഹീദ് അംഗീകരിക്കണം. അന്നെറിഞ്ഞ ആളുകൾ, അന്ന് ചീത്ത വാക്കുകൾ പറഞ്ഞ ആളുകൾ, പരിഹസിച്ച ആളുകൾ, പിന്നീട് പ്രവാചകനെ ചേർത്ത് പിടിച്ച പ്രവാചകനെ സ്വന്തം നെഞ്ചും കൂട് കവചമൊരുക്കിയ കാഴ്ചകൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മൾ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാകും. അതുകൊണ്ട് പ്രബോധന രംഗത്ത് നമ്മൾ ഉണ്ടാകണം, പ്രബോധന രംഗത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കണം. അതിന്റെ ഫലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ എത്തിക്കുക, നമ്മൾ വിളിക്കുക, ബാക്കി അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള 10 പാഠങ്ങളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പെരുന്നാളിന്റെ ദിവസം കൊണ്ടുവന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ, നഹറിന്റെ ദിവസമാണ്, ബലിയറുക്കുന്ന ദിവസമാണ്. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം സുമ്മൽ ഖർ, പിന്നെ അതിനുശേഷം വരുന്ന ദുൽഹിജ്ജയിലെ 11 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബലിയറുക്കുക എന്നുള്ളത് പെരുന്നാളിന്റെ ഏറ്റവും പ്രബലമായ സുന്നത്താണ്. ഇവിടെ ബലിയറുക്കുന്നുണ്ട്. നാളെയാണ് ഇവിടുത്തെ ബലിയറുക്കുന്ന, പിന്നെ അറവ് നടത്തുന്ന നാളെയാണ്. ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ ആളുകളോട് അതിന്റെ സമയവും സ്ഥലവും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കിയുള്ള ആളുകളും അതിൽ സന്നിഹിതരാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബലിയറുക്കാത്ത ആളുകൾ ഉണ്ടാകാം, ബലിയറുക്കാൻ ശ്രമിക്കാത്ത ആളുകൾ. അടുത്ത ബലിപെരുന്നാളിനെ ഞാൻ ബലിയറുക്കുമെന്ന് തീരുമാനിക്കാനും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്താനും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിന്റെ പകുതി പൈസ മതി ബലിയറുക്കുന്നതിൽ ഷെയർ ചേരാൻ. മനസ്സിലായില്ലേ? ഒരു 10-20 ദിവസം നമ്മുടെ കുടുംബത്തെയും കൂട്ടി ഒരു വർഷത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തുപോയി മാറ്റിവെക്കുന്ന പണം മതി ബലിയറുക്കുന്നതിൽ ഷെയർ ചേരാൻ. അതുകൊണ്ട് പ്ലാൻ ഉണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. അടുത്ത തവണ ഞാൻ ബലിയറുക്കുമെന്ന തീരുമാനമെടുക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കണം. നമ്മൾ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. അയ്യാമു തശ്രീഖ് അയ്യാമു അക്കലിൻ വശുറുബിൻ, നബി പറഞ്ഞു. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കേണ്ട ദിവസമാണ്, നോമ്പ് നിഷിദ്ധമായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഹലാലായത് ഭക്ഷിക്കാനും നല്ലത് കഴിക്കാനും പ്രത്യേകിച്ച് ഉദഹിയത്തിന്റെ മാംസം കഴിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആഘോഷത്തിന്റെ ദിവസങ്ങളിൽ കുടുംബങ്ങളെ സന്ദർശിക്കുക, ബന്ധങ്ങൾ നമ്മൾ നന്നാക്കുക. പിണങ്ങി നിൽക്കുന്ന ആളുകൾ പിണക്കം അവസാനിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അമലുകൾ ഉപരിലോകത്തേക്ക് ഉയരുകയില്ല എന്ന പ്രവാചക തിരുമേനിയുടെ പാഠം നമ്മൾ മനസ്സിലാക്കുക. രോഗികളെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തണം. മക്കളെയും കൂട്ടി കുടുംബത്തെയും കൂട്ടി രോഗികളെ സന്ദർശിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കണം. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നാം മറന്നു പോകാൻ പാടില്ല. ഇന്ന് ഈ പെരുന്നാളിൻ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഉണ്ടാകാം, കുടുംബങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകാം, ഹോസ്പിറ്റലിലെ കിടക്കകളിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന മനുഷ്യരുണ്ടാകാം. അവരെയൊക്കെ ഓർക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ഇന്ന് സന്തോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുവൈത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായ അപകടത്തിന്റെ വാർത്ത നമുക്കറിയാം. ആ അപകടം കാരണം വേദനിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഈ പെരുന്നാളിന്റെ സന്തോഷം അവരിൽ പല ആളുകൾക്കും നഷ്ടമായിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവർക്ക് മനസ്സമാധാനം ലഭിക്കാൻ, അവർക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ, അവരുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തണമെന്ന് കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള
തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരം മനുഷ്യരുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്. നിരപരാധികളായി ജയിലുകളിൽ കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അതേപോലെ തന്നെ വൃദ്ധജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.